പാലക്കാട് UDF സ്ഥാനാർത്ഥിയായ VK ശ്രീകണ്ഠൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചൂടെങ്ങനെയുണ്ട്? വെള്ളം കുടിക്കുമോ? പാലക്കാട്ടെ ചൂട് ഞങ്ങൾക്ക് സുപരിചിതമാണ്, എനിക്ക് സുപരിചിതമാണ്. പക്ഷെ പുറത്തുനിന്ന് വരുന്ന സ്ഥാനാർത്ഥികളൊന്ന് കരുതുന്നത് നല്ലതാണ് ഈ ചൂട്. കാരണം അന്തരീക്ഷത്തിലെ ഊഷ്മാവ് അവർക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്ന അറിയില്ല. കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരുമോ? മിക്കവാറും പുറമേ നിന്നുള്ളവർ പാലക്കാട് വന്ന് കുറച്ച് ദിവസം നിന്നാൽ തന്നെ പഴയതുപോലെയല്ല, വെള്ളം കുറച്ച് കൂടുതൽ കുടിക്കേണ്ടി വരും. ഈ പനങ്കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ദാഹം പെട്ടെന്ന് മാറുന്നു. പാലക്കാടിന്റെ തെളിമയുള്ള ഒരു ഈ ചൂടിനെയൊക്കെ അതിജീവിക്കാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു പാനീയമാണ്. ഇഷ്ടമാണോ അത് പാനീയം? അത് ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഈ രസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതത്ര തൃപ്തികരമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? പ്രചാരണം വളരെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകുന്നു. തുടക്കത്തിൽ ഞങ്ങളെക്കാൾ മുമ്പേ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പ്രചരണം ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പറയില്ല. ഞങ്ങളാണിപ്പോൾ പ്രചരണത്തിൽ ഒന്നാം സ്ഥാനത്ത്. രണ്ടാം ഘട്ടം കഴിഞ്ഞല്ലേ? രണ്ടാം ഘട്ടം ആവുന്നതേ ഉള്ളൂ. ആദ്യഘട്ടം സ്ഥാനാർത്ഥി പര്യടനം, റോഡ് ഷോയിലൂടെ, പിന്നെ എല്ലാ വീടുകളും കയറി ഇറങ്ങി അഭ്യർത്ഥന, UDF ഐക്യജനാധിപത്യങ്ങളുടെ അഭ്യർത്ഥന നൽകുകയായിരുന്നു. ഇനി രണ്ടാം ഘട്ടം നോമിനേഷൻ സമർപ്പിച്ച് നോമിനേഷൻ ഫയൽ സ്വീകരിച്ച് സ്ഥാനാർത്ഥിയുടെ പര്യടനം. അത് 6-ാം തീയതി മുതൽ തുടങ്ങും, 22-ാം തീയതി വരെ. അത് മിക്കവാറും എല്ലാ പഞ്ചായത്തിലും വിവിധ പ്രദേശങ്ങളിലൊക്കെ പോയി വോട്ടർമാരെ നേരിട്ട് കാണുക എന്നുള്ള. ആ രണ്ടാം ഘട്ടത്തിനോടൊപ്പം ഞങ്ങളുടെ പ്രവർത്തകരും, മുന്നണിയുടെ പ്രവർത്തകരും വീട് കയറി ഇറങ്ങി സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന, അതായത് സ്ഥാനാർത്ഥിയുടെ നിലപാട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വീടുകളിലെത്തിക്കും. ഈ SDPIന്റെ ഒരു പിന്തുണ അത് വലിയ ചർച്ചയായിട്ടുണ്ടല്ലോ. ഭൂരിപക്ഷം വർദ്ധിക്കുമോ? പിന്തുണ ലഭിക്കുന്തോറും ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ജനാധിപത്യത്തിൽ അതൊരു വലിയൊരു ഐശ്വര്യമുള്ള കാര്യമാണ്. കാരണം ആർക്കും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം, അവരുടെ രാഷ്ട്രീയ നിലപാട് അവർക്ക് അഭ്യർത്ഥിക്കാം. നമ്മളെല്ലാവരോടും വോട്ട് ചോദിക്കും, BJPക്കാരോട് ചോദിക്കും, CPMമാരോട് ചോദിക്കും. ഒരു പാലക്കാട്ടൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് BJPക്കാർ എനിക്ക് വോട്ട് ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഒരുപാട് CPMകാർ എനിക്ക് വോട്ട് ചെയ്യാമെന്ന് ഉറപ്പ് നൽകി. ഇതിനൊക്കെ ഏത് നിലയ്ക്കാണ് കാണുന്നത്? ഇപ്പം ജനാധിപത്യത്തിൽ വോട്ട് 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്, അവരുടെ എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കും. LDF പ്രധാനമായിട്ട് പറയുന്നത് ഈ SDPI പോലുള്ള സംഘടനകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രാഷ്ട്രീയ ദളമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അപ്പം അത്തരത്തിലുള്ള വർഗീയ കക്ഷികളുമായി എല്ലാ കാലങ്ങളിലും UDFന്റെ നീക്കുപോക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇതിനെ കാണണം എന്നാണ് വിജയരാഘവൻ ഉൾപ്പെടെ പറയുന്നത്. ശരിയാണ്. വിജയരാഘവനും പിണറായി വിജയനും ഒരു കാര്യം ചെയ്യട്ടെ. PDPയുടെ സംസ്ഥാന ചെയർമാനായിരിക്കുമ്പോൾ അബ്ദുൽ നാസർ മദനിയെ വേദിയിൽ ഒരുമിച്ചിരുത്തി കെട്ടിപ്പിടിച്ചതിനെക്കുറിച്ച് ഒന്നൊന്ന് മറച്ചു നോക്കട്ടെ. ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള സംഘടനകളുമായിട്ട് കൂട്ടുകൂടിയ പാരമ്പര്യം കോൺഗ്രസിനല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPMനുമാണ്. അവരോടൊപ്പം നിന്നാൽ എല്ലാവരും നല്ല പുള്ളികളാണ്. KM മാണിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? നോട്ട് എണ്ണണ മെഷീൻ ഉണ്ടെന്നാ പറഞ്ഞു. ആ KM മാണിയുടെ മകനിപ്പോൾ എവിടെയാ? അവരുടെ പാർട്ടി ഇപ്പോൾ എവിടെയാ? അപ്പം അവരോടൊപ്പം നിന്നാൽ അവരൊക്കെ വിശുദ്ധ പുണ്യാളന്മാരാണ്. അല്ലാത്ത ആളുകളൊക്കെ അവർ കരിനിഴൽ വീഴ്ത്തി കള്ളപ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ ഭാഗമാണിത്. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞങ്ങളൊരു മുന്നണിയൊന്നുമല്ല, ആർക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, BJPയുടെ ഒട്ടേറെ അസംതൃപ്തരായിട്ടുള്ള പ്രവർത്തകരുണ്ട്, CPMന്റെ ഉണ്ട്. എന്താ കാരണം? ജനവിരുദ്ധ നയങ്ങളുമായി രണ്ട് മുന്നണിയും കേന്ദ്രം ഭരിച്ചിട്ട് അതിന്റെ വലിയൊരു പ്രതിഷേധ വികാരം പ്രകടിപ്പിക്കുക. അവരെങ്ങനെയാ? അവർ UDFനും കോൺഗ്രസിനും വോട്ട് ചെയ്തിട്ടാ. അത് ഞങ്ങൾ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആ വോട്ടൊക്കെ ഞങ്ങൾ സ്വീകരിക്കും. എന്തായാലും പാലക്കാടിന് പുറത്തുനിന്ന് വന്ന ആളുകൾ ഇത്തവണ വിയർക്കും, കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും. അതായത് വിജയം തനിക്കൊപ്പം തന്നെയാണ് എന്ന് തന്നെയാണ് VK ശ്രീകണ്ഠൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18 പാലക്കാട്.